നിരവധി വിമാനത്താവളങ്ങൾ അടച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ യാത്രക്കാർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൂടി നൽകിയിരിക്കുകയാണ്. വിമാനത്താവളങ്ങളിൽ അധിക പരിശോധന കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. 3 മണിക്കൂർ മുൻപെങ്കിലും യാത്രക്കാർ എത്തണമെന്നുള്ളതാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഷിംല, ജോധ്പൂർ എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങൾ അടച്ചിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ചണ്ഡീഗഡിലെ വിമാനത്താവളം അടച്ചു. അതിർത്തി മേഖലകളിലേക്കടക്കം അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ലുധിയാന, കുളു എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങളും അടച്ചിരിക്കുകയാണ്. വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഈ ഘട്ടത്തിൽ നൽകിയിട്ടുണ്ട്. യാത്രക്കാർ ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഏതാണ്ട് 3 മണിക്കൂർ മുൻപെങ്കിലും ഈ യാത്രക്കാർ വിമാനത്താവളങ്ങളിലേക്കൊക്കെ തന്നെ എത്തണം എന്ന ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കണമെന്നൊരു നിർദ്ദേശവും നൽകിയിരിക്കുകയാണ്. ഇങ്ങനെ കടുത്ത ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഒരു വശത്ത് നൽകിയിരിക്കുന്നു, മറുവശത്ത് ശക്തമായി പാകിസ്ഥാനെ തിരിച്ചടിയും നൽകുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ മറ്റ് സൈനിക മേധാവികളുമൊക്കെയായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. നിലവിലെ സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തുന്നുണ്ട്. ഏതൊക്കെ മേഖലകളിൽ കൂടുതൽ ജാഗ്രത ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്, ഒപ്പം തന്നെ അതിർത്തികളിലടക്കം വലിയ ഒരു സ്ഥിതിഗതികൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരീക്ഷണങ്ങളടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാരാമിലിറ്ററി വിഭാഗങ്ങളുടെ മേധാവിമാരുമായി അമിത്ഷാ സംസാരിക്കുന്നുണ്ട്, അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇനി കൂടുതൽ മേഖലകളിൽ വലിയ ജാഗ്രത പുലർത്തേണ്ടതുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണ്. ഒപ്പം തന്നെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സ്ഥിതിഗതികളൊക്കെ തന്നെ വളരെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം അല്പസമയം മുൻപാണ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. സ്ഥിതിഗതികൾ പ്രധാനമന്ത്രിയെ അറിയിക്കുന്നുണ്ട്. ഇങ്ങനെ രാജ്യതലസ്ഥാനത്ത് ഈ ഓരോ നീക്കവും വളരെ കൃത്യമായി തന്നെ നിരീക്ഷിക്കുകയാണ്.